എല്ലാവർക്കും നമസ്കാരം. ഗുഡ് ഈവനിങ്. നമ്മളപ്പം ഓരോരോ നമ്മൾ പറഞ്ഞ പോലെ ഓരോരോ സീരീസ് കുറേ ലിസ്റ്റുകളെല്ലാം നിങ്ങൾ പുതിയ പുതിയ പക്ഷികളെല്ലാം കണ്ടു തുടങ്ങി. അപ്പം അങ്ങനെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നതായിട്ട് കാണുന്നുണ്ട് ഗ്രൂപ്പിൽ. അപ്പം നമ്മൾ ഇന്ന് മൂന്നാമത്തെ ടോക്കിൽ വരുന്നത്, നമ്മൾ ആദ്യം ജസ്റ്റ് ജനറലി പക്ഷികളെ കുറിച്ചിട്ടും പക്ഷി നിരീക്ഷണത്തെ കുറിച്ചും ജനറലി ഒന്ന് സംസാരിച്ചു. രണ്ടാമത് പക്ഷികളുടെ മോർഫോളജി, പുറമേയുള്ള ഭാഗങ്ങളെ കുറിച്ച്, എങ്ങനെയാണ് പക്ഷികളെ പേരിടുക, അങ്ങനെ ഒരു നല്ല രീതിയിൽ ഓൾമോസ്റ്റ് നിങ്ങൾക്ക് നല്ല രീതിയിൽ മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു പക്ഷികളെ ഓരോന്നിൻ്റെയും പേരുകൾ എങ്ങനെ വരുന്നു. അപ്പം ഇന്നത്തെ ഒരു ടോക്ക് എന്ന് പറയുന്നത് പക്ഷികളുടെ അടുത്ത സ്പെഷ്യാലിറ്റീസ്, അതായത് ഇന്റീരിയർ ആയിട്ടുള്ള എനാട്ടമി എന്ന് പറയുമ്പം അതിൻ്റെ ബോഡിക്ക് ഉള്ളിലുള്ള കാര്യങ്ങളെ കുറിച്ചാണ് ഇന്നത്തെ ടോക്ക് ഉള്ളത്. അപ്പം അത് ഇന്നിപ്പം നമുക്കിത് പ്രസന്റ് ചെയ്യുന്നത് ഒമറാട്ടനാണ്. ഒമറാട്ടൻ ഇപ്പൊ ഇവിടെ കേരളത്തിലില്ല, ഡെറാഡൂണിലാണ് ഉള്ളത്. അപ്പൊ അവിടെ നിന്ന് തണുപ്പിലൊക്കെ ഇരുന്നിട്ടാണ് നിങ്ങൾക്ക് വേണ്ടി ഈ പ്രസന്റേഷൻ നടത്തുന്നത്. അപ്പം ഒമറോട് ബാക്കിയുള്ള ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ബാക്കിയുള്ള കാര്യങ്ങളും സംശയങ്ങളൊക്കെ ചോദിക്കാം. ഹലോ എവരിവൺ, നമസ്കാരം. അപ്പൊ എൻ്റെ പേര് അഹമ്മദ് ഒമർ എന്നാണ്. ഞാൻ ഇപ്പൊ നിലവിലുള്ളത് അരുണാചൽ പ്രദേശിലാണ്. എവിടെയാന്ന് പറയാം? അരുണാചൽ പ്രദേശ് ഇവിടെ ചൈന ബോർഡറിന്റെ അടുത്താണുള്ളത് കേട്ടോ. ഇവിടെ നിന്നുകൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത്. നമുക്ക് നേരിട്ട് ക്ലാസ്സിലേക്ക് പോവാം. എന്നിട്ട് കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം, സംശയങ്ങളും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ. ഇപ്പൊ നമ്മളിന്ന് റോഷൻ നേട്ടൻ പറഞ്ഞു, നമ്മളിന്ന് ബേർഡ്സിന്റെ അനാറ്റമിയും അതുപോലെ തന്നെ ഫിസിയോളജി. അപ്പൊ പേര് കേട്ട് നമ്മൾ പേടിക്കണ്ട. നമ്മള് ഇന്നത്തെ ഒരു സെഷൻ കുറച്ചൊരു ഡിഫിക്കൽട്ട് ആയിരിക്കും. കാരണം നമ്മൾ അധികം അറിയാത്ത, നമുക്ക് അത്ര കേട്ടുപരിചയമില്ലാത്ത കുറച്ച് കാര്യങ്ങളെ കുറിച്ചാണ് എന്ത് ചെയ്യണത് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോണത്. നമ്മൾ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് പറ്റുന്ന രീതിയിൽ വളരെ സിമ്പിൾ ആക്കിയിട്ടാണ്, കുറെ ഫോട്ടോസ് ഒക്കെ വെച്ചിട്ടാണ് ഞാൻ എന്ത് ചെയ്തിട്ടുള്ളത്, PPT പ്രസന്റേഷൻ തയ്യാറാക്കിയിട്ടുള്ളത്. നമുക്ക് അതിലേക്ക് കിടക്കാം അല്ലേ? ഓക്കെ. അതുപോലെ എനിക്ക് ഞാൻ ഒറ്റയ്ക്ക് സംസാരിക്കണ പോലെ എനിക്ക് ഇഷ്ടമല്ല. കാരണം എൻ്റെ കൂടെ ഒരു അതിഥി കൂടെ ഉണ്ട്, ഒരു കൂട്ടുകാരനും കൂടെ ഉണ്ട്. അപ്പൊ ആ പുള്ളിക്ക് ഉണ്ടല്ലോ എപ്പോഴും നമ്മൾ റെസ്പോണ്ട് ചെയ്തോണ്ടിരിക്കണം കേട്ടോ. റെഡി അല്ലേ കുട്ടികള്? റെഡിയാണോ? ഓക്കെ. അപ്പൊ നമുക്ക് മൈക്ക് ഓൺ ആക്കിയിട്ട് സംസാരിക്കണമെങ്കിൽ എന്തെങ്കിലും റെസ്പോണ്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെയ്യാട്ടോ. ഓക്കെ. അപ്പൊ നമ്മുടെ ഗസ്റ്റ് ആരാന്ന് നോക്കണ്ടേ? ഇതാണ് നമ്മുടെ ടൂപ്പിയാണ് നമ്മുടെ കൂടെ ഉള്ളത്. നമ്മുടെ ഒരു ഗസ്റ്റ് ആയിട്ട് എൻ്റെ ഒരു ഫ്രണ്ട് ആണ് ഈ ടൂപ്പി. ആരാണ്? ടൂപ്പി എന്നുള്ള പക്ഷി ആരാ? പാരക്കീറ്റ് ആണല്ലേ, തത്തയാണല്ലേ. അപ്പൊ ടൂപ്പി ചോദിക്കണ്ടേ എല്ലാവർക്കും സുഖാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ അതുപോലെ ആർ യു എക്സൈറ്റഡ് ഇൻ റെഡി? അപ്പൊ എല്ലാരും എക്സൈറ്റഡ് ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ. അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്ത കുറച്ച് ജസ്റ്റ് ഓടിച്ചു പോകാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ റോഷനാഥേട്ടന്റെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചതാണ് അല്ലെ, എന്താണ് പക്ഷി എന്നുള്ളത്. മനുഷ്യന്മാരെ പോലെ രണ്ട് കാലുകളും, പിന്നെ പോലെ അണ്ണാന്മാരെ പോലെ നെസ്റ്റ് ഉണ്ടാക്കും, കൂടുണ്ടാക്കും, അതുപോലെ എഗ് ലേ ചെയ്യുന്നവരാണ് പല്ലികളെ പോലെ. അതുപോലെ ബീക്ക് ഉണ്ട്, കൊക്കുണ്ട്. നമ്മുടെ ആമകൾക്ക് ഉണ്ടല്ലേ കൊക്ക്. അതുപോലെ പറക്കാനുള്ള കഴിവുണ്ട് നമ്മുടെ ബാറ്റ്സിനെ പോലെ, വലകളെ പോലെ. ഓക്കെ. അപ്പൊ അതാണ് നമ്മളൊരു പക്ഷി എന്താണെന്നുള്ളത് നമ്മൾ പഠിച്ചു. പിന്നെ നമ്മൾ അതുപോലെ എന്താണ് പഠിച്ചത്, അവരുടെ എൻവയോൺമെന്റ്, എന്തൊക്കെ തരം പക്ഷികളുണ്ട്, എവിടെയൊക്കെയാണ് അവർ പക്ഷികളെ കാണുന്നത് എന്നുള്ളതും നമ്മൾ പഠിച്ചു. കാടുകളിൽ ചേർന്നുള്ള പക്ഷികളുണ്ട്, വെറും നദിക്കരയിലും തണ്ണീർത്തടങ്ങളിലും കാണുന്ന പക്ഷികളുണ്ട്, പിന്നെ അതുപോലെ അന്റാർട്ടിക്കയിൽ തണുപ്പുള്ള സ്ഥലങ്ങളിൽ, അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ നമ്മൾ വ്യത്യസ്തമായ പക്ഷികളിൽ നമ്മൾ കാണാൻ പറ്റും. പിന്നെ നമ്മൾ അഭിരാഗേട്ടന്റെ ക്ലാസ്സിൽ നമ്മൾ ബോഡി പാർട്സുകൾ പഠിച്ചു, എങ്ങനെയാണ് അതിനെ പേരിടുന്നത് പഠിച്ചു, ഏതൊക്കെ ഭാഗങ്ങളുണ്ട്. നമ്മൾ പുറത്തുള്ള ഭാഗങ്ങൾ അല്ലെ, നമ്മൾ കാണാൻ പറ്റുന്ന, നമ്മളെ കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്ന ഭാഗങ്ങളാണ് നമ്മൾ ആ ക്ലാസ്സിൽ പഠിച്ചത്. പിന്നെ നമ്മൾ ഫെദേഴ്സിനെ കുറിച്ച് പഠിച്ചു, അതിന്റെ ആവശ്യങ്ങൾ എന്താണ്, എന്തിനാണ് ഫെദേഴ്സ് ഉള്ളതെന്നൊക്കെ പഠിച്ചു. പിന്നെ അതുപോലെ ബീക്കിനെ കുറിച്ച് നമ്മൾ ജസ്റ്റ് ഓടിച്ചു നോക്കി, ബില്ലും ബീക്കും എന്താണ്, എന്തൊക്കെ തരം ബീക്കുകളുണ്ട്, ഇൻസെക്ടിനെ ക്യാച്ച് ചെയ്യാനുള്ള, അതുപോലെ തന്നെ അരിമണികൾ കഴിക്കാനുള്ള ബില്ലുകൾ, മീൻ കഴിക്കാനുള്ള ബില്ലുകൾ, അതൊക്കെ നമ്മൾ വ്യത്യസ്തമായ ബില്ലുകളെ കുറിച്ച് നമ്മൾ പഠിച്ചു, കൊക്കുകളെ കുറിച്ച്. പിന്നെ അതുപോലെ കാലുകൾ, വ്യത്യസ്തമായ കാലുകളെ കുറിച്ചും നമ്മൾ എന്ത് ചെയ്തു, പഠിച്ചു. ജസ്റ്റ് ഞാനൊന്നൊരു നിങ്ങളൊന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്തൊക്കെ പഠിച്ചു എന്നുള്ളത്. ഓക്കെ, എല്ലാവർക്കും ഓർമ്മ ഉണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പൊ ടൂപ്പി എന്തോ പറയുന്നുണ്ട് കേട്ടോ. ടൂപ്പി എന്താ പറയുന്നത്? വെൽ ഡൺ മൈ ബോയ്സ് ആൻഡ് ഗേൾസ്, you all have learned so many new things about us. You know, I'm so happy. ടൂപ്പി ഭയങ്കര സന്തോഷത്തിലാണ്. കാരണം ടൂപ്പി ഒരു പക്ഷിയാണല്ലോ അല്ലെ.
ടൂപ്പിയെ കുറിച്ച് അല്ലെങ്കിൽ പക്ഷികളെ കുറിച്ച് കുറെ കാര്യങ്ങൾ നമ്മൾ പഠിച്ചു എന്നാണ് ടൂപ്പി പറയുന്നത്. അപ്പൊ ഇനി അടുത്ത് നമ്മൾ എന്താണ്, ഇനിയിപ്പോ ഇന്നത്തെ ടോപ്പിക്കിൽ നമുക്ക് കിടക്കാം. ഇപ്പൊ ഇന്റേണൽ ഓർഗൻസ് ആൻഡ് സ്കെൽറ്റൺ. അപ്പൊ നമ്മുടെ ഒരു ബോഡി, നമ്മുടെ പുറത്തുള്ള ഭാഗങ്ങളെ കുറിച്ച് നമ്മൾ അഭിരാഗേട്ടന്റെ ക്ലാസ്സിൽ പഠിച്ചു അല്ലെ. അപ്പൊ ഇനി ഉള്ളില് നമ്മുടെ ശരീരത്തിന്റെ അകത്ത് എന്തുണ്ട്, ഒരു വലിയൊരു ലോകം കിടക്കുന്നുണ്ട് അല്ലെ. കുറെ അവയവങ്ങളും നമുക്ക് പാടാനുള്ള കഴിവുകള്, അതുപോലെ തന്നെ നമ്മുടെ ചിന്തിക്കാനുള്ള, നമ്മുടെ എവിടെ നിന്നാണ് നമ്മുടെ ചിന്താശേഷിയും കാര്യങ്ങളൊക്കെ പ്രവർത്തിക്കുന്നത്, നമ്മുടെ ബ്രെയിനിൽ നിന്നാണ് അല്ലെ. അതുപോലെ നമ്മുടെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ നമുക്ക് ബ്ലഡ് വേണം. ബ്ലഡ് എവിടെ നിന്ന് പമ്പ് ചെയ്യണത്, നമ്മുടെ ഹൃദയത്തിലാണ്. അപ്പൊ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, നമ്മുടെ ഒരുപാട് അവയവങ്ങൾ എന്തുണ്ട് നമ്മുടെ ശരീരത്തിന്റെ ഉള്ളിലുണ്ട്. അപ്പൊ അതിനെ കുറിച്ചൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, പഠിക്കാം. പിന്നെ അതുപോലെ തന്നെ ബേർഡ്സ്, ഒരുപാട് സ്പെഷ്യാലിറ്റികൾ ഉണ്ട് അല്ലെ, കുറെ പ്രത്യേകതകൾ ഉണ്ട് അല്ലെ ബേർഡ്സിന്. അപ്പൊ അതിനെ കുറിച്ച് നമ്മൾ എന്ത് ചെയ്യണം എന്ന് നമുക്ക് പഠിക്കണം. അപ്പൊ അനാറ്റമി, അപ്പോ ഇതിൽ കുറെ പേരുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അത് കണ്ട് നിങ്ങൾ എന്ത് ചെയ്യണ്ട, പേടിക്കണ്ട കേട്ടോ. കാരണം നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് കുറച്ച് കാര്യങ്ങൾ നമുക്ക് ആവശ്യമുള്ളൂ, നമ്മൾ ജസ്റ്റ് അറിയണം എന്നുള്ളൂ. ഓക്കെ. ഇപ്പൊ ഈ അനാറ്റമി എന്ന് പറയുന്നത് ഒന്നുമല്ല, നമ്മുടെ നമുക്കറിയാം കുറെ ശരീരത്തിന് കുറെ ഭാഗങ്ങളുണ്ട് അല്ലെ. നമ്മുടെ കണ്ണുണ്ട്, മൂക്കുണ്ട്, അതേപോലെ തന്നെ അതൊക്കെ എക്സ്റ്റേണൽ ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്നതാണ്. നേരെ മറിച്ച് നമ്മുടെ ഉള്ളില്, നമ്മുടെ ശരീരത്തിന് ഉള്ളിലും എന്തുണ്ട്, അവയവങ്ങളുണ്ട്. നമ്മുടെ ശ്വാസകോശം, തലച്ചോറ്, ഹൃദയം, അപ്പൊ അങ്ങനെ കുറെ കാര്യങ്ങൾ, അപ്പൊ ഒരു പാർട്സുകളെ കുറിച്ച് പഠിക്കണേനാണ് എന്ത് പറയാ, നമ്മള് അനാറ്റമി എന്ന് പറയാം. ഇതെന്താ സാധനം ഈ ഫോട്ടോയിലുള്ളത്? ആരെങ്കിലും മൈക്ക് എടുത്ത് സംസാരിച്ചോ? കുഴപ്പമില്ല. ആ, കോഴിയാണ് അല്ലെ. കോഴീനെ നമ്മൾ നടുവേ അങ്ങോട്ട് മുറിച്ചു അല്ലെ. അപ്പൊ എന്താ കണ്ടു, ഉള്ളിലുള്ള സാധനങ്ങളെ കാണുന്നുണ്ടോ? കാണുന്നുണ്ട് അല്ലേ? ഓക്കെ, യെസ്. അപ്പൊ അതിനെ കുറിച്ചൊക്കെ നമ്മൾ ചെറുതായിട്ട് നമ്മളൊന്ന് ഓടിച്ചു പോവാട്ടോ. നമ്മൾ മനുഷ്യരും നമ്മുടെ ഉള്ളിലുള്ള പോലെ തന്നെ എല്ലാ കാര്യങ്ങളും ഓരോ പക്ഷിക്കും ഉണ്ട്. കണ്ടോ, നമ്മുടെ മനുഷ്യന്മാരുള്ള പോലെ തന്നെ ഓരോ കാര്യങ്ങളും ഇന്ത്യൻ സ്റ്റൊമക്ക് ആയാലും ലിവർ ആയാലും എല്ലാം പക്ഷികൾക്കും ഉണ്ട്. അപ്പൊ ഈ പേരൊന്നും കണ്ട് നിങ്ങൾ എന്ത് ചെയ്യണ്ട, പേടിക്കണ്ട കേട്ടോ. അപ്പൊ ഈ അനാറ്റമിക്ക് ഒരു ബെസ്റ്റ് ഫ്രണ്ടും കൂടി ഉണ്ട്. അനാറ്റമി ഒറ്റയ്ക്ക് വരില്ല. അപ്പൊ അനാറ്റമിന്റെ കൂടെ ഒരു ഫിസിയോളജി എന്ന് പറയുന്ന സാധനം കൂടെ ഉണ്ട് കേട്ടോ. അതെന്താണ്? ഇപ്പൊ നമ്മളിപ്പോ നേരത്തെ പറഞ്ഞു ഓരോ പാർട്സുകൾ ഉണ്ട് എന്നല്ലേ. അപ്പൊ അത് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? ഇപ്പൊ നമ്മള് ഒരു എക്സാമ്പിൾ, ഡൈജസ്റ്റീവ് സിസ്റ്റം, നമുക്ക് ഭക്ഷണം വേണം അല്ലെ, ഭക്ഷണം കഴിക്കണമെങ്കിൽ നമുക്ക് ആരോഗ്യവും ന്യൂട്രിയൻസ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ, അപ്പൊ ഈ ഭക്ഷണത്തിന്റെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൽ ആരൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, ഏതൊക്കെ അവയവങ്ങളാണ്, അത് എങ്ങനെ ഏത് രീതിയിലാണ് ഹെൽപ്പ് ചെയ്യണത്, അല്ലെങ്കിൽ ബോഡിക്ക് ഹെൽപ്പ് ചെയ്യണത് എന്നുള്ളത് പഠിക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് നമ്മുടെ ഈ ഒരു ഫിസിയോളജി എന്ന് പറഞ്ഞിട്ട്. ഇതിൽ കാണുന്നുണ്ടോ? ഇതെന്താ ഈ ചിത്രത്തിൽ എന്താ ഉള്ളത്? ആരാണ്, ഏത് പക്ഷിയാ? ആരെങ്കിലും പറയൂ, മൈക്കുണ്ടെങ്കിൽ പറയൂ. ഡക്ക് അല്ലേ? ഓക്കെ, വെരി ഗുഡ്. ഓക്കെ. ഇപ്പൊ നമ്മൾ ഓരോ സിസ്റ്റം ആയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യണത്, നമ്മൾ ഈ ഒരു അനാറ്റമിനെ പഠിക്കാൻ പോകുന്നത്. നമുക്കറിയാം ഒരു സ്കെലിറ്റൽ, നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റം പറഞ്ഞ പോലെ തന്നെ നമ്മുടെ സ്കെലിറ്റൽ സിസ്റ്റം ഉണ്ട് അല്ലെ. അപ്പൊ ടൂപ്പി എന്തോ പറയുന്നുണ്ട്. ഡിയർ സ്റ്റുഡൻസ്, ദ സ്കെലിറ്റൽ സിസ്റ്റം ഈസ് കമ്പോസ്ഡ് ഓഫ് ബോൺ ആൻഡ് കാർട്ടിലേജ് which support and protect the soft structures of the body. ഇപ്പൊ നമുക്കറിയാം നമ്മുടെ എല്ലുകള്, നമ്മുടെ ഒരു മൊത്തം പാർട്സ് കണ്ടോ, എല്ല് കണ്ടോ നമ്മളെ. അപ്പൊ ഇതാണ് നമ്മൾ എന്ത് ചെയ്യണത്, നമ്മുടെ ഒരു നെടുന്തൂണ് അല്ലെ. നമുക്ക് നിൽക്കണമെന്നുണ്ടെങ്കിലും മൂവ്മെന്റ് ഉണ്ടെങ്കിലും, പിന്നെ അതുപോലെ നമ്മുടെ അവയവങ്ങളൊക്കെ സപ്പോർട്ട് അല്ലെങ്കിൽ അതിനെ പ്രൊട്ടക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്താണ്, നമുക്ക് ബോൺ വേണം അല്ലെ. ഓക്കെ. അപ്പൊ ഓക്കെ, അപ്പൊ നമുക്കറിയാം നമ്മുടെ തലച്ചോറിനെ പ്രൊട്ടക്ട് ചെയ്യണം എന്താ, ഏത് ബോണാണ് പറയൂ? തലച്ചോറിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന ആരാ? സ്കള്ളുണ്ട് അല്ലെ. ആ, തലയോട്ടി, സ്കള്ളാണ്. അതുപോലെ തന്നെ നമ്മുടെ ഹൃദയത്തെയൊക്കെ പ്രൊട്ടക്ട് ചെയ്യുന്ന ആരാ? റിബ് കേജ് ഉണ്ട് അല്ലെ. അപ്പൊ അങ്ങനെ ഓരോ അവയവം നമ്മള്, ആ അതെ അതെ അതെ. അപ്പം അതിനാണ് നമുക്ക് സ്കെലിറ്റൽ സിസ്റ്റം ഉള്ളത്. അപ്പൊ വേറൊരു പ്രത്യേകതയാണ് നമ്മുടെ പറക്കുന്ന പക്ഷികൾക്കുള്ള എല്ല് അല്ലെങ്കിൽ നമ്മുടെ ബോണ്. ഇപ്പൊ ഈ ബോണിൽ എന്താ കാണുന്ന, ഈ ഒരു വലിയൊരു ഓട്ട കണ്ടോ ബോണില്? കണ്ടോ എല്ലാരും? ഇപ്പൊ നമുക്കറിയാം അല്ലെ, പക്ഷികള് ഒരുപാട് അവർക്ക് പറക്കേണ്ടതാണ് അല്ലെ. അവർക്ക് ഇര തേടാനും പിന്നെ പോലെ ദേശാടനങ്ങൾക്ക് ഒരുപാട് ദൂരം സഞ്ചരിക്കുന്ന ആൾക്കാരാണ്. 30,000 കിലോമീറ്ററുകൾ എന്ത് ചെയ്യും,
ആർട്ടിക് മറ്റേ നോർത്ത് പോൾ മുതൽ സൗത്ത് പോളിൽ വരെ സഞ്ചരിക്കുന്ന പക്ഷികളുണ്ട്. നമ്മൾ മൈഗ്രേഷനെ കുറിച്ച് നമ്മൾ വിശദമായിട്ട് പിന്നെ പഠിക്കും കേട്ടോ. നമുക്കറിയാം ഒരുപാട് പറക്കേണ്ട അല്ലെങ്കിൽ പറക്കാനുള്ളതാണ് നമ്മുടെ പക്ഷികൾ. ഇപ്പൊ നമ്മൾ യാത്ര, ഇപ്പൊ സ്കൂളിലൊക്കെ ടൂർ പോകുന്ന കുട്ടികളല്ലേ നിങ്ങള്? അപ്പൊ സ്കൂളിലൊക്കെ കുട്ടികൾ നിങ്ങൾ പോകുമ്പോ അമ്മമാര് പറയില്ലേ, മക്കളെ കുറച്ച് ഡ്രസ്സ് എടുത്താൽ മതി, അല്ലെങ്കിൽ നടക്കുമ്പോഴൊക്കെ എന്ത് ചെയ്യും, ക്ഷീണിക്കും എന്ന് പറയാറില്ലേ? എന്തുകൊണ്ടാ? വെയിറ്റ് കൂടുമ്പോ നമുക്ക് ക്ഷീണം വരും അല്ലെ, അധികം നമുക്ക് നടക്കാൻ പറ്റില്ല അല്ലെ? പറ്റാറുണ്ടോ? ഇല്ലല്ലോ. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യണം, പക്ഷികൾക്ക് ഒരുപാട് പറക്കാനുള്ളത് കൊണ്ട് എന്ത് ചെയ്യണം, അവരുടെ ബോഡിയിൽ മാക്സിമം ഒരു വെയിറ്റ് എങ്ങനെയെങ്കിലും കുറക്കണം അവർക്ക്. എന്നാലും എന്ത് ചെയ്യുള്ളൂ, കൂടുതൽ പറക്കാൻ എളുപ്പം പറക്കാൻ സാധിക്കുള്ളൂ. അപ്പൊ അവരൊരു സൂത്രപ്പണി ചെയ്തു. എന്താണ്? അവരുടെ എല്ലുകള്, അതിലൊരു ഒരു കണ്ടോ, ഒരു ഓട്ട കണ്ടോ, ഒരു ഹോളോ ആയിട്ട് ഓട്ട കണ്ടോ? അപ്പൊ അതെന്ത് ചെയ്യും, ഇവരെ പറക്കാനുള്ള അല്ലെങ്കിൽ എളുപ്പം പറക്കാൻ അല്ലെങ്കിൽ ദൂരത്തേക്ക് പറക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും, സഹായിക്കും കേട്ടോ. അതിനാണ് എന്ത് ചെയ്തിട്ടുള്ളത്, പക്ഷികളുടെ ബോണിന്, പറക്കാനുള്ള പക്ഷികളുടെ ബോണിന് പറയുമാരെങ്കിലും ഓട്ടകൾ ഉള്ളത് കേട്ടോ. അപ്പൊ ഇനി മസ്കുലാർ സിസ്റ്റം. അപ്പൊ എന്താണ്, നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് നമ്മുടെ മസിൽസ് അല്ലെ. അപ്പൊ നമ്മൾ സ്കെൽറ്റൽ സിസ്റ്റത്തെ കുറിച്ച് പഠിച്ചു. നമ്മൾ പറഞ്ഞു അതാണ് നമ്മുടെ ഓർഗൻസിനൊക്കെ, അവയവങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യുന്നതും പ്രൊട്ടക്ട് ചെയ്യുന്നതും മൂവ്മെന്റിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നത്. പക്ഷെ ബോണിന് മാത്രമായിട്ട് പറ്റുമോ? ബോണിന്റെ കൂടെ ആര് വേണം? മസിൽസ് വേണം അല്ലെ. നമുക്ക് സാധനങ്ങൾ പൊന്തിക്കാനും കാര്യങ്ങളൊക്കെ നമുക്ക് മസിലും ആരോഗ്യമൊക്കെ വേണ്ടേ? അതുപോലെ നമ്മളിപ്പോ എന്താ പറയാ, നമ്മുടെ ഫ്രിഡ്ജോ അല്ലെങ്കിൽ എന്തെങ്കിലും പൊട്ടുന്ന സാധനങ്ങളൊക്കെ നമ്മൾ പാർസൽ അയക്കുമ്പോൾ നമ്മളൊരു കുഷ്യൻ വെക്കും അല്ലെ. അതിനുള്ളൊരു എന്തെങ്കിലും ഒരു നമ്മുടെ ഫോൺ ആയാലും അല്ലെങ്കിൽ ഫ്രിഡ്ജ് ആയാലും അതിന് കേടുപാട് വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു കുഷ്യൻ പോലത്തെ സാധനം വെക്കൂലേ, തെർമോക്കോള വെക്കൂലേ. എന്താണ്, അതിന് പെട്ടെന്ന് ആഘാതം ഏൽക്കാൻ അല്ലെങ്കിൽ അറ്റാക്ക് കുഴപ്പങ്ങളൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ കണ്ടോ, നമ്മുടെ ബോൺസിനെ കവർ ചെയ്തിട്ട്, നമ്മുടെ അവയവങ്ങളെ കവർ ചെയ്തിട്ട് അതിന്റെ പുറത്ത് എന്തുണ്ട്, നമുക്കൊരു പ്രൊട്ടക്ഷൻ ഉണ്ട് അല്ലെ. അതാണ് നമ്മുടെ മസിൽസ്. പിന്നെ അതുപോലെ നമ്മൾ പഠിച്ചു പക്ഷികൾക്ക് ഒരുപാട് പറക്കണം എന്നുള്ളത് അല്ലെ. അപ്പോ ഇപ്പൊ നമ്മളൊരു കൈ കൊണ്ട് നമ്മൾ പറക്കാൻ ശ്രമിച്ചാൽ നമ്മളെ ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ എഫേർട്ട് കൊടുക്കുന്ന ഏതിലായിരിക്കും, ഏത് മസിലായിരിക്കും? ഷോൾഡറിനാണ് അല്ലെ. അല്ലേ? അപ്പൊ അതേപോലെ തന്നെ പക്ഷികളുടെ ഷോൾഡർ മസിൽസിന് എന്ത് വേണം, നല്ല പവർ വേണം. അപ്പൊ ഏറ്റവും കൂടുതൽ പവർ ഉള്ളത് ഏത് മസിലിനാണ്? ഷോൾഡർ മസിലാണ്. ഓക്കെ. അപ്പൊ ഇനി നമ്മള് അടുത്ത എന്താണ്, റെസ്പിറേറ്ററി സിസ്റ്റത്തിലേക്കാണ് കേട്ടോ. നമ്മൾ ജസ്റ്റ് ഓടിച്ചു പോവാം. കണ്ടോ, ഇതില് നമ്മുടെ നമുക്ക് മൂക്കുള്ളത് പോലെ തന്നെ പക്ഷികൾക്ക് എവിടെയാണ്, കണ്ടോ, നോസ്ട്രിൽസ് എന്നാണ് പറയാ. കണ്ടോ, നമുക്ക് മൂക്ക് കണ്ടോ, ഒരു ചെറിയൊരു ഹോള് കണ്ടോ, അതിലൂടെയാണ് എന്ത് ചെയ്യുക, കാറ്റകത്തേക്ക് കടക്കുക. ഇത് കുറച്ചൊരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്, നമുക്ക് പെട്ടെന്ന് എളുപ്പം മനസ്സിലാക്കാം. അതിൽ കണ്ടോ, നമ്മുടെ ശ്വാസകോശം വികസിക്കുന്നത് കണ്ടോ, കാണുന്നുണ്ടല്ലോ അല്ലെ. ആരെങ്കിലും റെസ്പോണ്ട് ചെയ്യൂ. കാണുന്നുണ്ട് സാർ. ഓക്കെ. അപ്പൊ പക്ഷികളിൽ ഒരു വലിയൊരു സാധനം കണ്ടോ, വലിയൊരു സഞ്ചി പോലത്തെ കണ്ടോ, ഒരു 3-4 വലിയ സഞ്ചികൾ കണ്ടോ? അപ്പൊ നമ്മുടെ പക്ഷികളിലെ ശ്വാസകോശം എന്ത് ചെയ്യില്ല, നമ്മുടെ ശ്വാസകോശം പോലെ നമ്മളെ വികസിക്കില്ല. പക്ഷെ നേരെ മറിച്ച് നമ്മുടെ കാറ്റ് എങ്ങോട്ടാ പോവാ, ഇങ്ങനത്തെ സഞ്ചികളിലേക്കാണ് ആദ്യം പോവുക. അപ്പൊ അതിലേക്കാണ് നമ്മൾ സ്റ്റോർ ചെയ്യുന്നത് കേട്ടോ. അപ്പൊ ഇത് കുറെ പ്രോസസ്സുകൾ ഉണ്ട്. അപ്പൊ അതിനെക്കുറിച്ച് നമുക്ക് വിശദമായിട്ട് പഠിക്കണമെന്നില്ല. ഓക്കെ. പിന്നെ അതുപോലെ നമ്മൾ ഡൈജസ്റ്റീവ് സിസ്റ്റം, നമ്മുടെ ദഹന പ്രക്രിയ അല്ലെ. നമ്മളൊക്കെ ഫുഡ് എന്തിനാ കഴിക്കുന്നത്? നമുക്ക് ആരോഗ്യം വേണം, നമുക്ക് കുറെ കാര്യങ്ങൾ ചെയ്യാനുണ്ട്, എല്ലാത്തിനും നമുക്ക് ആരോഗ്യം വേണം അല്ലെ. നമുക്ക് ന്യൂട്രിയൻസ്, പോഷകങ്ങൾ വേണം. അപ്പൊ നമ്മൾ പക്ഷികൾക്കും എന്ത് ചെയ്യണം, ഒരുപാട് യാത്ര ചെയ്യാനുള്ളതാണ്, അവരുടെ കുഞ്ഞുങ്ങളെ ഫീഡ് ചെയ്യണം, അപ്പൊ എല്ലാത്തിനും മുട്ടയിടണം. അപ്പൊ അതിനൊക്കെ അവർക്ക് ഒരുപാട് ആരോഗ്യം വേണം. ഒരുപാട് പക്ഷിക്കും നമ്മളിപ്പോ നിരീക്ഷിക്കാൻ പോകുമ്പോൾ ഒക്കെ എന്താ പക്ഷികൾ ചെയ്യാറ്? കൂടുതലും പക്ഷികൾ എന്താണ് ചെയ്യാറ്? ഇപ്പൊ കൊക്കിനെ കാണുമ്പോൾ കൊക്ക് എന്താ ചെയ്യുന്നത്? എപ്പോഴും എന്താ ചെയ്യാറ്? എന്തെങ്കിലും കഴിച്ചുകൊണ്ടിരിക്കും അല്ലെ. അടങ്ങിയിരിക്കും അവര്, എന്തെങ്കിലും കഴിച്ചുകൊണ്ട്. ഇപ്പൊ നമ്മുടെ എന്താ പറയാ, നമ്മുടെ സൺബേർഡ്സ് ആണെന്നുണ്ടെങ്കിൽ എപ്പോഴും തേന് നുകർന്നുകൊണ്ടിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ വേഴാമ്പലുകളാണെന്നുണ്ടെങ്കിൽ, അതുപോലെ തന്നെ ബുൾബുളാണെന്നുണ്ടെങ്കിൽ ഒക്കെ എല്ലാവരും കഴിച്ചുകൊണ്ടേയിരിക്കും കേട്ടോ. അപ്പൊ അവർക്ക് അത്രയും എനർജി വേണം. അപ്പൊ നമ്മുടെ ഈ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൽ എന്തൊക്കെയാണ്?
ഫുഡ് ഇൻടേക്ക്, അതായത് നമ്മൾ ഭക്ഷണം കഴിക്കണം, പിന്നെ അതുപോലെ തന്നെ ഭക്ഷണം ഉള്ളിൽ ചെന്നിട്ട് എന്ത് ചെയ്യണം, അത് പോഷകങ്ങളായിട്ട് നമുക്ക് ആവശ്യമുള്ള ന്യൂട്രിയൻസ് ആയിട്ട് മാറ്റപ്പെടണം. പിന്നെ അതുപോലെ തന്നെ ആവശ്യമില്ലാത്ത നമ്മുടെ ദഹനം കഴിഞ്ഞിട്ട് ആവശ്യമില്ലാത്ത വേസ്റ്റുകളൊക്കെ പോയിട്ട് പുറന്തള്ളണം അല്ലേ. അത് നമുക്ക് വെച്ച് വെക്കേണ്ടത് ആവശ്യമില്ല. അപ്പൊ ഇനി ഒരു ചോദ്യമാണ്, ബേർഡ്സ് ഹാവ് ടീത്ത്സ് ടു chew their ഫുഡ്. അവർക്ക് കഴിക്കാൻ പല്ലുണ്ടോ പക്ഷികൾക്ക്? ആരെങ്കിലും മൈക്കെടുത്ത് പറയൂ. No. 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 എസ് ഉണ്ടോ ആർക്കെങ്കിലും? ആർക്കെങ്കിലും എസ് എന്ന് പറയാനുണ്ടോ? ടൂപ്പി ചോദിക്കുന്നുണ്ട്. ടൂപ്പിക്ക് നിങ്ങളൊക്കെ ഇങ്ങനെ സൈലന്റ് ആയ ടൂപ്പിക്ക് ദേഷ്യം വരും കേട്ടോ. ടൂപ്പിക്ക് അരയും. നിങ്ങൾ ആരെങ്കിലും ഒക്കെ സംസാരിക്കൂ. No. ഓക്കെ, വെരി ഗുഡ്. മൂസ, വെരി ഗുഡ്. ഓക്കെ, അപ്പോ ശരി ഉത്തരം നോ ആണ് അല്ലേ? ഓക്കെ, അതുപോലെ അടുത്തൊരു ചോദ്യം കൂടെ ഉണ്ട്. ബേർഡ്സ് ഹാവ് ടങ്. നാവുണ്ടോ പക്ഷികൾക്ക്? Yes. 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 ഓക്കെ, വെരി ഗുഡ്. ടൂപ്പിക്ക് ഭയങ്കര സന്തോഷായിട്ടോ. ടൂപ്പി ഏതാ വായൊക്കെ തുറന്ന് ചിരിക്കുന്നുണ്ട് മാറ്റങ്ങള് ഇങ്ങനെ ഉത്തരം പറഞ്ഞുകൊണ്ട്. അപ്പൊ ഇതിലേക്കാണ് നമുക്ക് ഇനി വരേണ്ടത്. അപ്പൊ ഇതിൽ കണ്ടോ ഒരു ഗിസാർഡ് എന്ന് പറഞ്ഞത് കണ്ടോ? അപ്പൊ നമ്മൾ പറഞ്ഞു പല്ലില്ല എന്ന് പറഞ്ഞു അല്ലെ, പക്ഷികൾക്ക് പല്ലില്ല എന്ന് നമ്മൾ പറഞ്ഞു. അപ്പൊ എങ്ങനെയാണ് അവര് നമ്മുടെ ദഹിപ്പിക്കുക എങ്ങനെയാ? അതിനു വേണ്ടിയിട്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്, നമുക്കൊരു മിക്സി ഉണ്ട്. നമുക്കൊരു മിക്സി ആയിട്ട് കണക്കാക്കാം കേട്ടോ. അതിനാണ് ഈ ഗിസാർഡ് എന്ന് പറഞ്ഞിട്ട് കണ്ടോ, കാണുന്നുണ്ടോ ഗിസാർഡ്? ഓക്കെ, അപ്പൊ ഇതിൽ വെച്ചിട്ടാണ് എന്ത് ചെയ്യാ, പക്ഷികളുടെ ഭക്ഷണമൊക്കെ അവര് അരച്ച് മിക്സി പോലെ ദഹിപ്പിക്കുക. അപ്പൊ എല്ലാ ഭക്ഷണങ്ങളും പെട്ടെന്ന് ഈ ഗിസാർഡിലേക്ക് എത്തിക്കഴിഞ്ഞത് ഫുൾ ആവില്ലേ, മിക്സി കേടാവില്ലേ? അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്, നമുക്കൊരു സഞ്ചി കൂടെ തന്നിട്ടുണ്ട്. അതാണ് നമുക്ക് ക്രോപ്പ് എന്ന് പറഞ്ഞിട്ട് കണ്ടോ. ഇപ്പൊ ഈ കോഴിയുടെ ഒക്കെ കണ്ടോ ഇവിടെ ഇങ്ങനെ തൂങ്ങി കിടക്കുന്നത്, ക്രോപ്പ് കണ്ടോ നിങ്ങൾക്ക്? ഓക്കെ, അതെന്തിനാണ്? കഴിച്ചിട്ട് ഇവിടെ ആയിരിക്കും അത് സ്റ്റോർ ചെയ്ത് വെക്കുക. സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് പതിയെ പതിയെ ആയിരിക്കും എന്ത് ചെയ്യുക, നമ്മുടെ മിക്സിയിലേക്ക് അല്ലെങ്കിൽ ഗിസാർഡിലേക്ക് ഭക്ഷണങ്ങൾ എത്തുക. മനസ്സിലായോ? ഇവർക്ക് മനസ്സിലായോ എങ്ങനെയാണെന്നുള്ളത്? നമ്മുടെ പല്ലില്ലാത്തതുകൊണ്ട് എന്ത് ചെയ്യണം, അത് അരച്ച് ഇതാക്കണം അല്ലെ, എന്താ പറയാ, മിക്സ് ചെയ്യണം അല്ലെ. അതിനാണ് നമ്മുടെ ഗിസാർഡ് ഉള്ളത്. അതുപോലെ തന്നെ സ്റ്റോർ ചെയ്യാനാണ്, നമ്മുടെ കഴിച്ച ഫുഡ് സ്റ്റോർ ചെയ്ത് വെക്കാനാണ് നമുക്ക് ക്രോപ്പ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, പിന്നെ അതുപോലെ ക്രോപ്പ് മിൽക്ക് എന്ന് പറഞ്ഞിട്ടൊരു പ്രത്യേകത ഉണ്ട് പക്ഷികൾക്ക്. എന്താണെന്നറിയോ, നമ്മള് അമ്മമാരുടെ മുലപ്പാൽ കുടിച്ച് വളർന്ന മിടുക്കരാണ് അല്ലേ. അതേപോലെ തന്നെ ചില പക്ഷികൾക്ക് എന്തുണ്ട്, അവർക്കും ഉണ്ട് മുലപ്പാലുകൾ. അത് നമ്മുടെ ഈ ക്രോപ്പ് എന്ന് പറഞ്ഞിട്ട് കണ്ടോ, ഈ ക്രോപ്പ് ഇതിലൊരു പ്രത്യേകതരം സെൽസ് നിന്നാണ് എന്ത് ചെയ്യുന്നത്, ക്രോപ്പ് മിൽക്ക് അല്ലെങ്കിൽ അതിൻ്റെ ഒരു മുലപ്പാല് ഉൽപ്പാദിക്കുന്നത്. അപ്പൊ കണ്ടോ മുലപ്പാല് കൊടുക്കുന്നതുണ്ടോ? ഇത് ഏതാ പക്ഷി? പ്രാവ് അല്ലേ? യാ, വെരി ഗുഡ്. ഓക്കെ, മിടുക്കരാണ് കേട്ടോ നിങ്ങള്. ഓക്കെ, അപ്പൊ അതേപോലെ പ്രാവുകളെ പോലെ തന്നെ ചില ഫ്ലമിംഗോസ് ആയിട്ട്, നമ്മൾ ഫ്ലമിംഗോസിനെ പലർക്കും അറിയുണ്ടാവും അല്ലെ, ഭയങ്കര പിങ്ക് കളറില് വലിയൊരു പക്ഷി അല്ലെ, ഫ്ലമിംഗോസ്. അതുപോലെ പെങ്കിൻസ് എല്ലാവർക്കും അറിയുന്നതാണ്. ഇവരും എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ഒരു ക്രോപ്പ് മിൽക്ക് പോലത്തെ മിൽക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അതുപോലെ നമുക്ക് ഇനി വേണ്ടത് എന്താണ്, നമ്മൾ ഭക്ഷണമൊക്കെ ദഹിപ്പിച്ചു കഴിഞ്ഞു, നമുക്ക് വേണ്ട പോഷകങ്ങളൊക്കെ കിട്ടി. ഇനിയിപ്പോ കുറെ വേസ്റ്റ് ഉണ്ട് അല്ലെ. അപ്പൊ നമ്മുടെ വേസ്റ്റ് മാനേജർ ആരാണ്? വേസ്റ്റ് മാനേജ്മെന്റ് ചെയ്യുന്ന ആരാ? കിഡ്നിയാണ് അല്ലെ. കിഡ്നി എല്ലാവർക്കും ഉണ്ടോ? 2 എണ്ണം അല്ലേ എല്ലാവർക്കും? ഉണ്ടല്ലോ അല്ലെ. അപ്പോ നമ്മുടെ കിഡ്നിയാണ് എന്ത് ചെയ്യണത്, നമ്മുടെ വേസ്റ്റ് മാനേജ് ചെയ്യുന്നത്. അല്ലെങ്കിൽ യെസ്, വെരി ഗുഡ്. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു പക്ഷികൾക്ക് ഒരുപാട് പറക്കാനുള്ളതാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് അവർ എന്ത് സൂത്രം, വെയിറ്റ് കുറക്കാൻ വേണ്ടിയിട്ട് എന്ത് സൂത്രം അവർ ചെയ്യും അല്ലെ. അപ്പൊ അങ്ങനെ ഒരു സൂത്രമാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. നമ്മള് ബ്ലാഡർ അല്ലെങ്കിൽ മൂത്രസഞ്ചി എന്ത് ചെയ്തിട്ടുണ്ട്, അവരങ്ങോട്ട് എടുത്തൊഴിവാക്കിയിട്ടുണ്ട്. കാരണം അത് വെയിറ്റ് കൂടുതലല്ലേ മൂത്രസഞ്ചി, അതിങ്ങനെ സ്റ്റോർ ചെയ്യുന്നവർക്ക് കൂടുതൽ പിന്നെയും വെയിറ്റ് കൂടുതലല്ലേ ചെയ്യുന്നത് അല്ലേ. ഇപ്പൊ എന്ത് ചെയ്തിട്ടുണ്ട്, അവരൊരു സൂത്രം കാണിച്ചു, അവരുടെ ഒരു വേസ്റ്റ് പേസ്റ്റ് പോലെ ആക്കി. നമ്മൾ കാണാറില്ലേ പക്ഷികളുടെ കാഷ്ടം ഒരു പേസ്റ്റ് പോലെയാണ് അല്ലേ. നമ്മുടെ കാറിലൊക്കെ അവരിങ്ങനെ ഫുള്ള് വെള്ള കളറിൽ പെയിന്റ് അടിച്ച പോലെ ആക്കി വെക്കാറില്ലേ കാക്കയൊക്കെ. അപ്പൊ അതൊക്കെ ഒരു യൂറിക് ആസിഡിന്റെ ഒരു പേസ്റ്റ് ആണ് കേട്ടോ. അപ്പം ഇപ്പൊ നമ്മള്
അത് പഠിച്ചു. പിന്നെ നമുക്ക് ക്ലോക്ക എന്ന് പറഞ്ഞിട്ടൊരു സാധനം ഉണ്ട്, ഒരു അവയവം ഉണ്ട്. അതിലൂടെയാണ് എന്ത് ചെയ്യുന്നത്, നമുക്ക് ഈ സാധനം പുറത്തേക്ക് തള്ളണം അല്ലെ. ആ ഒരു അവയവമാണ് എന്ത്, ക്ലോക്ക എന്ന് പറഞ്ഞിട്ട്. കണ്ടോ ഒരു പക്ഷി പുറന്തള്ളുന്ന കണ്ടോ, ഒരു വൈറ്റ് പീസ്റ്റ്. ഇതിന് തട്ടേക്കാട് വൈൽഡ് ലൈഫ് സാങ്ച്വറിയിൽ നിന്ന് എടുത്തതാണ്. ഈ ഒരു ബ്ലാക്ക് ബാസ എന്ന് പറഞ്ഞിട്ട് ഒരു പക്ഷിയാണ് നമ്മളവിടെ ഇരിക്കുന്നത്. അതിന്റെ ക്ലോക്കിലൂടെ അതിന്റെ വിസർജനം അല്ലെങ്കിൽ കാഷ്ടം പുറത്തേക്ക് വരുന്ന കണ്ടോ നിങ്ങള്. അതേപോലെ തന്നെ നമ്മുടെ മെയ്റ്റിങ്ങിനായിട്ടും ബാക്കിയുള്ള എല്ലാത്തിനും എന്ത് ചെയ്യാ, ഈ ക്ലോക്ക് തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇത് ക്ലിയർ ആയോ? നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റം ക്ലിയർ ആയോ? Yes. അപ്പൊ ടൂബി പറയുന്നുണ്ട്, ഡിയർ ഫ്രണ്ട്സ്, സോ ദാറ്റ്സ് ഇറ്റ് ഫോർ അനാറ്റമി ആൻഡ് ഫിസിയോളജി പാർട്ട്. ഹോപ്പ് യു ഗോട്ട് ദ ബേസിക്സ് ഓഫ് ഇറ്റ്. നമുക്ക് എന്തെങ്കിലും ചെറിയൊരു ബേസിക്സ് കിട്ടിയോ? എന്താണ് അനാറ്റമി എന്നുള്ളതും, നമ്മൾ അനാറ്റമി എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരഭാഗങ്ങളെ കുറിച്ച് പഠിക്കുന്നതും, അതുപോലെ ഫിസിയോളജി എന്ന് പറഞ്ഞാൽ ഇത് എങ്ങനെയാണ് അത് പ്രവർത്തിക്കുന്നത്, ഓരോ ഭാഗങ്ങൾ എന്തൊക്കെ രീതിയിലാണ് പ്രവർത്തിച്ചു വരുന്നത് എന്നുള്ളതാണ് നമ്മൾ ഫിസിയോളജിയിൽ പറഞ്ഞത്. മനസ്സിലായോ? ഇനി നമുക്ക് അടുത്ത പാർട്ടിലേക്ക് പോവാം. ടൂപ്പിക്ക് എല്ലാവരും ഹായ് കൊടുത്തേ. എല്ലാവരും ഹായ് പറയൂ ടൂപ്പിയോട്. Hi. Hi to. എല്ലാവരും മൈക്കോൺ ആക്കിട്ട് ഒരു ഹായ് പറയൂ. ഹായ് ടൂപ്പി എന്ന് പറയൂ. Hi to. Hi. Hi to. ഓക്കെ, ടൂപ്പിയും തിരിച്ച് ഹായ് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഓക്കെ. അപ്പൊ ഇനി ടൂപ്പി പറയുന്നുണ്ട്, ടൂപ്പിയും ടൂപ്പിയുടെ ചങ്ങാത്തന്മാരൊക്കെ ഭയങ്കര സ്പെഷ്യൽ ആണെന്ന്, ഒരുപാട് പ്രത്യേകതകൾ ഉണ്ടെന്നാണ് ഇവിടെ പറയുന്നത്. അപ്പൊ അവരെയൊക്കെ നിങ്ങൾ പരിചയപ്പെടുത്തണോന്നാണ് ടൂപ്പി ചോദിക്കണേ. പരിചയപ്പെടുത്തി തരണോ? എന്താ ചെയ്യണ്ടേ? ഓക്കെ. ഇതാരാണ്? നമ്മുടെ ആദ്യത്തെ പക്ഷിയാണത്. ഇതാരാ? ഏത് പക്ഷിയാ? ഓസ്ട്രിച്ച്. വെരി ഗുഡ്. ഓസ്ട്രിച്ച് അല്ലേ. അപ്പൊ നമ്മൾ കണ്ടു ഫ്ലൈറ്റ്ലെസ്. എന്താ എഴുതിയേക്കണേ? ഫ്ലൈറ്റ്ലെസ് ബട്ട് ഫിയർലെസ്. അപ്പൊ ഈ പക്ഷികൾക്ക് എല്ലാ പക്ഷികളും നമ്മൾ പറഞ്ഞു ഏതാ? പറക്കാൻ പറ്റില്ല അല്ലേ? ഏതാ? പറക്കാനാവില്ല. പറക്കാനാവില്ല. പക്ഷെ പറക്കാൻ ചിറകുകളുണ്ട്. പക്ഷെ അവർക്ക് ആ ചിറകുകൾ ഉപയോഗിച്ചിട്ട് പറക്കാൻ പറ്റില്ല എന്നുള്ളൂ. പക്ഷെ അവര് പുലികളാണ് കേട്ടോ. നമ്മുടെ ബാക്കി ചിറകുള്ള പക്ഷികളൊക്കെ അവരെ പിടിക്കാന്, അവരുടെ ശത്രുക്കൾ വരുമ്പോ അവരെന്ത് ചെയ്യും, അവർക്ക് പെട്ടെന്നായിട്ട് പറന്നു പോകാൻ പറ്റൂലേ? പറ്റില്ലേ? അപ്പൊ ഇവർക്ക് എന്ത് ചെയ്യാണ്, ഇവർക്ക് ഓടാനുള്ള കഴിവുണ്ട്. നല്ല നല്ല സ്പീഡില് എന്ത് ചെയ്യാൻ പറ്റും, ഓടി തോൽപ്പിക്കാൻ പറ്റും അവരുടെ ശത്രുക്കളെ. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത് അവർക്ക്. അപ്പൊ നമ്മള് ഇതെവിടെയാ കാണപ്പെടുന്നത്? ഓസ്ട്രിച്ചുകൾ എവിടെയാ കാണുന്നത്? മരുഭൂമിയിൽ. ഡെസേർട്ട് പോലെ, നമ്മുടെ ഡ്രൈ ആയിട്ടുള്ള വളരെ ചൂടുള്ള ആഫ്രിക്കൻ കോണ്ടിനെന്റ്സിലാണ് അല്ലെ. ആഫ്രിക്കയിൽ എങ്ങനെയാ കാലാവസ്ഥ? ഭയങ്കര ചൂടാണ് അല്ലെ. അപ്പൊ അങ്ങനത്തെ കാലാവസ്ഥയിലാണ് ഈ ഓസ്ട്രിച്ച് കാണപ്പെടുന്നത്. അപ്പൊ നമ്മൾ പറഞ്ഞു എന്താണ്, ഇതിന് ഭയങ്കര ഓടാനുള്ള കഴിവാണെന്ന്. അപ്പൊ ഓടാൻ വേണമെന്നുണ്ടെങ്കിൽ അതിന് ബോൺസ് എന്ത് ചെയ്യണം? നമ്മളെ പക്ഷികളെ പോലെ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ഓട്ടയുള്ള ഹോൾസ് ഉള്ള ബോൺസ് ഉണ്ടെങ്കിൽ പറ്റുമോ? അവർക്ക് സ്ട്രെങ്ത് ഉണ്ടാവോ, അല്ലെങ്കിൽ പവർ ഉണ്ടാവോ? അപ്പൊ ഇവർക്ക് ഭയങ്കര സ്ട്രോങ് ഉള്ള പവർഫുൾ ആയിട്ടുള്ള ബോൺസ് ഉള്ള അല്ലെങ്കിൽ ലെഗ്സ് ആയിരിക്കും അല്ലെ, കാലുകൾ വേണം അല്ലെ. ഓക്കെ, അപ്പൊ അത് ക്ലിയർ ആയില്ലേ? അപ്പൊ ഇനി നമുക്ക് അതിന്റെ ശരീരത്തിലേക്ക് നോക്കി നോക്കുക. അതിന്റെ കഴുത്തിന്റെ ഭാഗങ്ങളും അതുപോലെ തന്നെ മുട്ടിന്റെ ഭാഗങ്ങളൊക്കെ തോലുകളില്ല അല്ലെ. ഭയങ്കര ബെയർ സ്കിൻ ആണ്, തോലുകളൊന്നും ഇല്ലല്ലോ. കണ്ടോ? അതെന്തുകൊണ്ടായിരിക്കും? ഇവര് ഭയങ്കര ചൂടുള്ള കാലാവസ്ഥയിലാണ് ജീവിക്കുന്നത് അല്ലെ. നമ്മുടെ ചൂടുള്ള സ്ഥലങ്ങളിലേക്ക് അല്ലെങ്കിൽ രാജസ്ഥാനിലെ മരുഭൂമിയിലേക്ക് പോവാണെന്നുണ്ടെങ്കിൽ നമ്മൾ സ്വെറ്റർ ധരിക്കോ? ഇല്ല. സ്വെറ്റർ ധരിച്ച് എന്താ ചെയ്യാ? നമുക്ക് ചൂടെടുക്കും അല്ലെ. അപ്പൊ നമ്മൾ കോട്ടൺ അല്ലെങ്കിൽ വളരെ മിനിമൽ ആയിട്ട് നേർന്ന ഡ്രസ്സുകൾ എടുക്കുള്ളൂ. നമുക്ക് എന്ത് ചെയ്യണത്, ചൂടിന്ന് രക്ഷപ്പെടാൻ വേണ്ടി. അതുപോലെ തന്നെ ഇവർക്ക് എന്ത് ചെയ്യാണ്, നല്ല ചൂടുള്ള സ്ഥലം കൊണ്ട് ഭയങ്കര തിക്കായിട്ടുള്ള ഫെദേഴ്സ് ഒന്നും വേണമെന്നില്ല. ഓക്കെ, അപ്പൊ അത് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ചൂടിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ നമുക്ക് സ്കിന്നുകളും ഒന്നും അധികം ഇല്ലാത്തത്. പിന്നെ നമുക്ക് അടുത്തയിലേക്ക് പോവാം. അടുത്ത ബിരുദന്മാരെഴുതാരാ പറയൂ. ഓക്കെ, പെൻഗ്വിൻ അല്ലേ. പെൻഗ്വിനൊക്കെ എവിടെയാ കാണുന്നത്? അന്റാർട്ടിക്ക. അന്റാർട്ടിക്കയിൽ മാത്രാണോ? അന്റാർട്ടിക്ക. ഓക്കെ, നല്ല തണുത്ത ധ്രുവങ്ങൾ, രണ്ട് ധ്രുവങ്ങളിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും?
പെൻഗ്വിൻസിനെ കാണാൻ പറ്റും. അപ്പൊ ഇവർക്കും ചിറകുകളുണ്ട് അല്ലേ? ചിറകുകൾ എല്ലാ പക്ഷികൾക്കും ഉണ്ട്. പക്ഷെ അത് പറക്കാൻ മാത്രമല്ല, ചില പക്ഷികൾ നമ്മൾ ഓസ്ട്രിച്ചിനെ കണ്ടതുപോലെ അവർ അതെ ഇതിനെന്തിനാണ്? നീന്താൻ വേണ്ടിയിട്ടാണ് അല്ലേ? അതെ, വെരി ഗുഡ്. കണ്ടോ, ഫ്ലിപ്പർ ലൈക്ക് വിങ്സ് ടു സ്വിം. പിന്നെ പോലെ ഇവരെവിടെയാ കാണപ്പെടുന്നത് പറഞ്ഞാൽ ഭയങ്കര തണുപ്പുള്ള, ഒട്ടും തണുപ്പുള്ള അന്റാർട്ടിക്കയിലാണ് അല്ലേ? നമുക്ക് നമ്മളിപ്പോ മണാലിയിലേക്ക് പോവാണെന്നുണ്ടെങ്കിൽ നമ്മൾ സ്വെറ്ററൊക്കെ ഇട്ട് ഭയങ്കര ഇങ്ങനെ ഫ്ലഫി ആക്കി പിടിക്കും അല്ലേ? മറ്റേ കുറെ ഡ്രസ്സുകൾ, ലെയർ ഓഫ് ഡ്രസ്സുകൾ ഇട്ടിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഭയങ്കര തണുപ്പിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ അതേപോലെ ഇവർക്ക് എന്തുണ്ട്? ഒരു ഫാറ്റ് ലെയർ കണ്ടോ, ഒരു തിക്കായിട്ടുള്ള ഒരു ബ്ലബ്ബർ എന്നാണ് അതിന് പറയാം. അവരെ ഈ തണുപ്പിന്ന് രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്? ആ ഒരു ലെയർ അവർക്ക് കൊടുത്തിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ ഇവര് വെള്ളത്തിനടിയിൽ ഒരുപാട് നീന്തിയിട്ട് മീനുകളെ പിടിക്കാറാണ് അല്ലെ? അപ്പൊ അതിന് വേണ്ടിയിട്ട് അവർക്ക് എന്ത് ചെയ്യുന്നുണ്ട്? വാട്ടർ പ്രൂഫ് ആയിട്ടുള്ള ഫെതേഴ്സിനെയും കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ അവരെ കണ്ണുകളും ഭയങ്കര ഷാർപ്പായിരിക്കും. ഇവരെ മറ്റേ കടലിനടിയിൽ ഇവർക്ക് കാണണ്ടേ, മീനുകളെ കാണണ്ടേ? അവർക്ക് കണ്ണുകളും ഭയങ്കര കാഴ്ച ശക്തിയായിരിക്കും. ഇതിന്റെ അടിയിൽ അല്ലെങ്കിൽ കടലിനടിയിൽ നിന്ന് കാണാൻ പറ്റുന്ന രീതിയിലുള്ള കണ്ണുകളായിരിക്കും. അപ്പൊ നമ്മൾ പറഞ്ഞു ഫൗണ്ട് ഇൻ അന്റാർട്ടിക്ക ആ ഒരു ഭാഗത്താണ്, നമ്മൾ തണുപ്പുള്ള ഭാഗങ്ങളിലാണ് പെൻഗ്വിൻസിനെ കാണാറുള്ളത്. അവനൊരു ചോദ്യം കൂടെ വരുന്നുണ്ട് കേട്ടോ. ടോപ്പി ഒരു ചോദ്യം കൂടിയായിട്ട് വന്നിട്ടുണ്ട്. ഡു ബേർഡ് സ്ലീപ്പ്? പക്ഷികൾ ഉറങ്ങാറുണ്ടോ? നമ്മൾ കണ്ടിട്ടുണ്ടോ പക്ഷികൾ ഉറങ്ങുന്നത്? ആരൊക്കെ കണ്ടിട്ടുണ്ട് പക്ഷികൾ ഉറങ്ങുന്നത്? ആരൊക്കെ കണ്ടിട്ടുണ്ട്? പക്ഷികൾ എവിടെയാ ഉറങ്ങാറ്? മരത്തിന്റെ മുകളിലെ കൂടുകളിൽ എപ്പോഴും കൂടുകൾ നമ്മള് ബ്രീഡിങ്ങിന്റെ ടൈമിൽ മാത്രമേ ഇവർ എന്ത് ചെയ്യുള്ളൂ? കൂടുകൾ ഉണ്ടാക്കുകയുള്ളൂ. നമ്മുടെ കുട്ടികള് അല്ലെങ്കിൽ പരിചരിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ആ ഒരു ബ്രീഡിങ് ടൈമിൽ മാത്രമേ ഇവർ എന്ത് ചെയ്യുള്ളൂ? കൂടുകൾ താമസിക്കുള്ളൂ. അല്ലാത്ത സമയങ്ങളിലൊക്കെ എന്താ ചെയ്യാ? മരങ്ങളിലോ കമ്പുകളിലൊക്കെ ആയിട്ടാണ് ഉറങ്ങുക. ഇത് കണ്ടോ, ഉറങ്ങുന്നത് കണ്ടോ? ആദ്യം ഉറങ്ങുന്നത് ആരാ? ഫസ്റ്റ് ലെഫ്റ്റിലുള്ളത് ആരാ? പരുന്ത്. ഓക്കെ, മറ്റേതാരാ? ഓക്കെ, വെരി ഗുഡ്. അവള് രാവിലെ കിടന്നുറങ്ങും, വൈകിട്ട് രാത്രിയാണ് അല്ലേ അവർ സഞ്ചരിക്കുക. അതുപോലെ നമ്മുടെ ഈഗിളൊക്കെ ഒരു ഉണർന്നു വരാൻ എത്ര സമയം എടുക്കും? നമ്മളൊരു ഈഗിളിനെ എപ്പോഴാ? ഒരു ഉച്ച അല്ലെങ്കിൽ വെയിലൊക്കെ വന്ന് ഒരു 9 മണി ആ ഒരു ടൈമിലൊക്കെയാണ് നമ്മുടെ ഈഗിളൊക്കെ ആക്റ്റീവ് ആവുക. അപ്പൊ ഇതിലും കുറെ സ്പെഷ്യാലിറ്റികൾ ഉണ്ട്. ഇവർക്കും കുറെ ഉറക്കത്തിലും സ്പെഷ്യൽ ഉണ്ട്. ഇത് കണ്ടോ? ആരെങ്കിലും ഒന്ന് വായിക്കോ? അതെന്താ എഴുതിയേക്കണത്? ഉറങ്ങാനുള്ള കഴിവുണ്ട്, ഒരു കണ്ണ് തുറന്നിട്ട്. അത് യാത്രയില് നമുക്കങ്ങനെ പറ്റുമോ? നമ്മളിപ്പോ യാത്രയില് രാത്രിയൊക്കെ ഡ്രൈവ് ചെയ്യുമ്പോ നമുക്ക് ഒരു കണ്ണടച്ചിട്ട് ഇങ്ങനെ ഉറങ്ങി ഒരു കണ്ണിലൂടെ നോക്കിയിട്ട് ഡ്രൈവ് ചെയ്യാൻ പറ്റുമോ? കൂടുതൽ സമയവും എവിടെ ഉണ്ടാവുക? കടലിലാണ്, ഉൾക്കടലുകളിലാണ് നമ്മൾ എന്ത് ചെയ്യാ? ഈ പക്ഷിയെ കാണാറുള്ളത്. അപ്പൊ ഇവര് നമ്മുടെ മുട്ടയിടാനോ അല്ലെങ്കിൽ പ്രജനനത്തിന് വേണ്ടിയിട്ട് മാത്രമേ എന്ത് ചെയ്യുള്ളൂ? കരയിലേക്ക് അല്ലെങ്കിൽ കരയോട് അടുക്കുള്ളൂ. ബാക്കിയുള്ള സമയങ്ങളിൽ ഇവർ യാത്രയാണ്. അപ്പൊ ഇവർക്ക് ഉറങ്ങണ്ടേ? യാത്ര ചെയ്യുമ്പോൾ ഉറങ്ങാതിരിക്കാൻ പറ്റുമോ? അപ്പൊ അവരെന്ത് ചെയ്യും? ഒരു കണ്ണടച്ചിട്ട് ഉറങ്ങുന്ന ഒരു പ്രത്യേകത അവർക്കുണ്ട്. പിന്നെ അതുപോലെ ഈ പക്ഷി ഉണ്ടോ? എന്താ വായിച്ചേ? ആരെങ്കിലും വായിച്ചേ? I can fly non-stop for 200 days, sleep while in flight. Very good. I can fly non-stop for 200 days. 200 ദിവസം എന്താണ്? പറക്കാൻ കഴിയും. പറക്കാൻ കഴിയുന്നല്ല. എങ്ങനെ? ഇവര് 200 ദിവസം, അതെ, ഒരുപാട് ദൂരം പറക്കുന്ന പക്ഷികളാണ് അല്ലെ? അപ്പൊ അവർക്ക് പറക്കുന്നതോടൊപ്പം തന്നെ ഉറങ്ങാനും സാധിക്കും. ആൽപൈൻ സ്വിഫ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള പക്ഷികളാണ് കേട്ടോ. ഇത് സയന്റിസ്റ്റുമാര് കണ്ടുപിടിച്ച ഫാക്ടുകളാണ്. ഇത് ആരാണ് അടുത്ത ബിരുദന്മാര്? ഇതാരൊക്കെയാ? വുഡ്പെക്കർ. ഡബിൾ സ്ട്രോങ് എന്നാ പറഞ്ഞത്. ഡബിൾ സ്ട്രോങ് അല്ലെ? എന്തായിരിക്കും അവര് ഡബിൾ സ്ട്രോങ് ആണെന്ന് പറയാൻ കാരണം? ബീക്ക് മാത്രം ഡബിൾ സ്ട്രോങ് ആയാൽ മതിയോ?
കാലും പിന്നെന്തൊക്കെയാ? കാരണം ഇവര് എന്താ ചെയ്യണത്? ഇവര് മരത്തിൽ ഇങ്ങനെ ഇടിച്ചിട്ട് നമ്മളൊരു ഡ്രില്ല് ചെയ്യുന്ന പോലെ കൊത്തിയിട്ടാണ് ഇവര് കൂടുണ്ടാക്കാറും പിന്നെ പോലെ ഇൻസെക്റ്റിനെ കൊത്താറ് അല്ലേ? അപ്പോ ബീക്ക് മാത്രം സ്ട്രോങ് ആയാൽ മതിയോ? എന്തൊക്കെ സ്ട്രോങ് ആവണം? ഉള്ളിലുള്ള നമ്മളിപ്പോ പഠിച്ചില്ലേ? തല. യെസ്. നമ്മുടെ ഇപ്പൊ എന്താ വായിച്ചേ? ഫസ്റ്റ് എന്താ വായിച്ചേ? I have a strong pointed beak, acts I have a strong pointed beak and into wood. ആദ്യത്തെ വായിച്ചാൽ ഐ ഹാവ് എ സ്ട്രോങ് പോയിന്റ്. ഇവരെന്താ ചെയ്യാ? നമ്മള് മരങ്ങളിൽ ഓട്ടം ഉണ്ടാക്കും അല്ലെ? അപ്പൊ അതിന് വളരെ സ്ട്രോങ് ആയിട്ടുള്ള അല്ലെങ്കിൽ കൂർത്ത എന്ത് വേണം? നമ്മുടെ കൊക്ക് വേണം. ഓക്കെ. അപ്പൊ അതിൽ കണ്ടോ, വി ഹാമർ 20 times per second. അത്രയും ഭയങ്കര സ്പീഡിലാണ് എന്ത് ചെയ്യാ ഇവര് കൊത്തുക. അപ്പൊ എന്നിട്ടും എന്ത് ചെയ്യുന്നില്ല? ഇവരുടെ ബ്രെയിൻ ഇഞ്ചുറി പറ്റുന്നില്ല അല്ലേ? നമ്മളൊരു തല പോയി നമ്മുടെ മതിലിടിച്ച് നമ്മുടെ തല പൊട്ടില്ലേ? നമ്മൾ 20 വട്ടം പെർ സെക്കൻഡ് അല്ലെങ്കിൽ ഒരു സെക്കൻഡിൽ നമ്മൾ 20 വട്ടം നമ്മുടെ തല പോയി ഇടിച്ചു നോക്ക്, അല്ലെങ്കിൽ മൂക്ക് പോയി ഇടിച്ചു നോക്ക് മതില്. പറ്റുമോ? അതേപോലെ ഇവർക്ക് ബ്രെയിൻ ഇഞ്ചറി ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇവർക്കൊരു സ്പെഷ്യൽ സാധനം ഉണ്ട്. അതാണ് ഇവരുടെ സ്പെഷ്യാലിറ്റി. എന്താണത്? ഇവർക്കൊരു സ്പെഷ്യൽ ബോൺ ഉണ്ട് ഇവരുടെ തലച്ചോറിൽ. അതെന്ത് ചെയ്യും? ഇവരുടെ ബ്രെയിൻ അല്ലെങ്കിൽ ഒരു സീറ്റ് ബെൽറ്റ് പോലെ അല്ലെങ്കിൽ ഒരു കുഷൻ പോലെ എന്ത് ചെയ്യും? ഇവരുടെ ബ്രെയിനെ പ്രൊട്ടക്ട് ചെയ്യും. കണ്ടോ? ഒരു സ്പെഷ്യൽ ബോൺ കണ്ടോ തലച്ചോറിന്റെ ചുറ്റും? ഓക്കെ. ഓക്കെ. അപ്പൊ അങ്ങനെയാണ്. എന്തൊക്കെയാണ് അപ്പൊ ഇതിന്റെ പ്രത്യേകത? ഇതിനൊരു സ്പെഷ്യൽ ബോൺ ഉണ്ട്, നല്ല കൂർത്ത സ്ട്രോങ് ആയിട്ടുള്ള എന്തുണ്ട് ബീക്കുകളുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇവരുടെ കാലുകളെ കുറിച്ച് നമ്മൾ പഠിച്ചതാണ് അല്ലെ? ഗ്രിപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ഇന്നലെ നമ്മുടെ അഭിരാഗിന്റെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചതാണ്. ഇനി ആരാണ് വരുന്നത്? നമ്മുടെ സൈലന്റ് കില്ലേഴ്സ്. ഇതൊക്കെ ആരാ? മൂങ്ങയാണല്ലേ? മൂങ്ങകളാണല്ലേ? യെസ്. അപ്പൊ ഇവരുടെ പ്രത്യേകത എന്താ? ഇവർക്കും ഉണ്ട് കുറെ പ്രത്യേകതകള്. ഒന്നാമത്തെ പ്രത്യേകത എന്താണ്? ഇവര് രാത്രി സഞ്ചാരന്മാരാണ് അല്ലെ? ഇവരെപ്പോഴാണ്? രാത്രികളാണ് നമ്മള് കാണുന്നത്. ഇപ്പൊ കണ്ടോ ഇവരുടെ കണ്ണുകൾ കണ്ടോ? നമ്മള് ലാർജ് ഫോർവേഡ് ഫേസിങ് ഐസ്. അപ്പൊ രാത്രി എന്താണ്? രാത്രി നമുക്ക് കാഴ്ച ഭയങ്കര കുറവായിരിക്കും അല്ലെ? വെട്ടുണ്ടാവില്ലല്ലോ അല്ലെ? അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യണം? ഇവർക്ക് നല്ല കാഴ്ചശക്തി വേണം. നല്ല പവർഫുൾ ആയിട്ടുള്ള ഇരുട്ടത്തും നല്ല രീതിയിൽ കാണാനുള്ള കണ്ണുകൾ വേണം. അതുപോലെ ഈ കണ്ണുകൾക്ക് വേറൊരു പ്രത്യേകത ഉണ്ട്. നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്കിങ്ങനെ നമ്മുടെ കൃഷ്ണമണി ഇങ്ങനെ പല ഡയറക്ഷനിലേക്കും നോക്കാൻ പറ്റൂല നമുക്ക്. പറ്റില്ലേ? അതേപോലെ ഇവർക്ക് പറ്റുമോ? അതിനാണ് എന്ത് ചെയ്യുന്നത്? നമ്മുടെ മൂങ്ങൾ ഇങ്ങനെ തലതിരിക്കുന്നത് കണ്ടിട്ടില്ലേ? പല ഡയറക്ഷനിലേക്കും മൂങ്ങൾ ഇങ്ങനെ തലതിരിക്കാറില്ലേ അങ്ങോട്ടും ഇങ്ങോട്ടും? അതെന്തുകൊണ്ടാ? അവർക്ക് ആ കൃഷ്ണമണി അവർക്ക് അനക്കാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് അവരുടെ തല ഇങ്ങനെ അനക്കിയിട്ട് വേണം. ഇപ്പൊ അവിടെ ഒരു സാധനം, മുകളിലൊരു സാധനം ഇരിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു തല ഇങ്ങനെ നോക്കണം, അല്ലെങ്കിൽ ബാക്കിൽ ഒരു സാധനം ആണെന്നുണ്ടെങ്കിൽ അവർക്ക് ഇങ്ങനെ നോക്കണം അല്ലേ? അതിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്? മൂങ്ങൾക്ക് അങ്ങനെ ഒരു കഴിവ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഇവര് മൊത്തം, ചില ആളുകൾ വിചാരിക്കും ഫുള്ള് തിരിയാൻ പറ്റുന്നു, 360 ഡിഗ്രി അല്ലെങ്കിൽ ഫുള്ള് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുന്നുണ്ട്. പക്ഷെ അങ്ങനെയല്ല കേട്ടോ. ഒക്കെ ഒരു ചെറിയൊരു 270 അല്ലെങ്കിൽ ഫുള്ള് ഒരു ബാക്കിലോട്ട് കാണുന്ന രീതിയിൽ മാത്രമേ അവർക്ക് തിരിക്കാൻ പറ്റുള്ളൂ. പിന്നെ അത് അടുത്ത പ്രത്യേകത എന്താ? ഇയർസ് ആർ പ്ലേസ്ഡ് അറ്റ് ഡിഫറെന്റ് ഹൈറ്റ്സ് ഓൺ ദ ഹെഡ്. അസിമെട്രിക്കൽ ആയിട്ട് രണ്ട് കണ്ടോ? കാണുന്നില്ല. അതാണ്ടോ? രണ്ട് പൊസിഷനിലായിട്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്? ഇയേഴ്സ് ഉള്ളത് അല്ലേ? കണ്ടില്ലേ? അതെന്തുകൊണ്ടായിരിക്കും? നമ്മള് പറഞ്ഞു രാത്രി സഞ്ചാരന്മാരാണ്. രാത്രി വെളിച്ചം ഉണ്ടാവില്ല. അതുപോലെ തന്നെ രാത്രി ഭയങ്കര സൈലന്റ് ആയിരിക്കും അല്ലെ? അധികം ഒച്ച ഉണ്ടാവില്ല അല്ലെ? അധികം ട്രാഫിക് ഒന്നും ഉണ്ടാവില്ല. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യണം? ഇവർക്ക് നല്ല കാഴ്ചശക്തി വേണം. എവിടെയാണ് ഈ ഒരു എന്താ പറയാ അവരുടെ ഇര ഉള്ളത്, അല്ലെങ്കിൽ ഇവരെന്തൊക്കെയാ തിന്നുക? നമ്മുടെ എലിവർഗ്ഗങ്ങളൊക്കെയാണ് അല്ലെ? കാർണിവോർസ് ആണ് അല്ലെ? അപ്പൊ അതിനെ ഭക്ഷിക്കാനുള്ള, അതിനെ കണ്ടെത്താനുള്ള, ലൊക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാഴ്ചശക്തി, അവരുടെ മൂവ്മെന്റ്സ് പെട്ടെന്ന് അവര് ഗ്രാസ്പ് ചെയ്യും. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്? രണ്ട് അസിമെട്രിക്കൽ ആയിട്ടുള്ള ചെവികൾ കൊടുത്തിട്ടുള്ളത്. പിന്നെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് അവർ സൈലന്റ് ഫ്ലൈറ്റ് ഫെദേഴ്സ്. ഇവർക്കൊരു പ്രത്യേക തരം
തൂവലുകളാണുള്ളത്. നമ്മൾ പറഞ്ഞു രാത്രി ഭയങ്കര സൈലന്റ് ആയിരിക്കും. അപ്പൊ ഇവര് പറക്കുമ്പോൾ എന്ത് ചെയ്യും? ഇവർക്ക് പെട്ടെന്ന് അവരുടെ ഇരയ്ക്ക് നോട്ട് ചെയ്യാൻ പറ്റില്ല. ആരോ പറന്നു വരുന്നുണ്ട്, അവരെ പിടിക്കാൻ വരുന്നുണ്ടെന്ന് മനസ്സിലാവും അല്ലെ? അപ്പൊ അതിനെ കബളിപ്പിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അവരറിയാതെ പോയി പറന്ന് അവരെ പിടിക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്? അവർക്ക് ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു എന്താ പറയാ ഫെദേഴ്സ് അല്ലെങ്കിൽ തൂവലുകൾ അവർക്ക് കൊടുത്തിട്ടുള്ളത്. മനസ്സിലായോ എന്തൊക്കെയാണ് അവരുടെ പ്രത്യേകത എന്നുള്ളത്? ആരെങ്കിലും ഒരാൾ പറഞ്ഞ പ്രത്യേകതകള്? അവർക്ക് വലിയ രാത്രി കാണാനുള്ള വലിയ നല്ല കാഴ്ചക്ക് വേണ്ടിയിട്ട് കണ്ണുകളുണ്ട്. പിന്നെ അതുപോലെ തന്നെ പെട്ടെന്ന് ചെവികൾ അല്ലെ? പിന്നെ അതുപോലെ തന്നെ തൂവലുകള്. മനസ്സിലായോ? ഇനി ആരെങ്കിലും ഔൾസിന്റെ പ്രത്യേകതകൾ ചോദിച്ചാൽ നിങ്ങൾക്ക് പറയാൻ പറ്റില്ലേ? എന്തുകൊണ്ടാണ് അവരെ സൈലന്റ് കില്ലേഴ്സ് എന്ന് വിളിക്കണമെന്ന് പറയാൻ പറ്റില്ല നമുക്ക് അല്ലേ കൂട്ടുകാരെ? ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, അപ്പൊ നമ്മള് നമ്മുടെ ആരാണ്? ടൂപ്പി ബൈ ബൈ പറയാൻ പോവാണ്. അപ്പൊ ടൂപ്പി എന്തോ പറയുന്നുണ്ട്. എന്താണ്? ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേ മൈ ഡിയർ ഫ്രണ്ട്സ്. ഹോപ്പ് യു ആൾ എൻജോയ് ദി സെഷൻ. എല്ലാവരും എൻജോയ് ചെയ്തോ? എന്തെങ്കിലും കുറച്ചെങ്കിലും മനസ്സിലായല്ലോ അല്ലെ? എൻജോയ് ചെയ്തോ? മനസ്സിലായോ? ടൂപ്പി ഇഷ്ടപ്പെട്ടോ? ടൂപ്പി ഇഷ്ടായോ? ഓക്കെ, ടൂപ്പിക്ക് ഒരു ഹായ് കൂടെ പറഞ്ഞേ. Hi. ടൂപ്പി ചോദിക്കുന്നുണ്ട്, ഹൗ മെനി സ്റ്റാർസ് വിൽ യു ഗിവ് ഫോർ us? ഈ ഒരു ടോപ്പിക്ക് എത്ര സ്റ്റാർസ് കൊടുക്കും നിങ്ങള്? 5 സ്റ്റാർ. 5 stars. 5 സ്റ്റാർ. ഓക്കെ, താങ്ക് യു. 3 stars. ടോപ്പി തിരിച്ചും പറയുന്നുണ്ട് കേട്ടോ, താങ്ക് യു എന്ന് പറയുന്നുണ്ടേ. ഓക്കെ, താങ്ക് യു സോ മച്ച്. സീ യു സൂൺ ഡിയേഴ്സ്, ഹാവ് ഫൺ ആൻഡ് ബേർഡിംഗ് എന്ന് പറയുന്നുണ്ട് ടോപ്പി. ഓക്കെ, അപ്പോൾ നമ്മുടെ ഒരു സെഷൻ നമ്മുടെ ഇന്ന് വൈൻഡപ്പ് ചെയ്യാണ്. അപ്പൊ നമ്മുടെ ടൂപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പൊ ടൂപ്പിയോട് എല്ലാവരും ബൈ ബൈ പറയൂ. ടൂപ്പി പോവാണ്. ടൂപ്പിയെ കാണാന്ന് പറയട്ടോ. ഇനിയിപ്പോ പാരക്കിഡ്സിനെ കാണുമ്പോ നമുക്ക് ടൂപ്പി ഓർമ്മ വരൂലേ? ഇന്ന് പഠിച്ചതൊക്കെ ഓർമ്മ വരൂലേ? ഓർമ്മ വരണം കേട്ടോ. എന്തൊക്കെയാണ് അനാറ്റമിന്നും ടൂപ്പി പഠിപ്പിച്ച കാര്യങ്ങളൊക്കെ നമുക്ക് ഓർമ്മയിൽ ഉണ്ടാവണം കേട്ടോ. ഓക്കെ, ടൂപ്പി പോവാണ്. ബൈ ബൈ, സി യു എന്ന് പറഞ്ഞിട്ട് ടൂപ്പി കാട്ടിലേക്ക് പോയി. ഓക്കെ, താങ്ക് യു. അപ്പം ഇതാണ് ഈ ഒരു സ്ഥലമാണിത്. ഞാൻ വർക്ക് അല്ലെങ്കിൽ എൻ്റെ ഒരു ഫീൽഡ് സൈറ്റ് ആണ്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു ഞാൻ അരുണാചലിലാണ് വർക്ക് ചെയ്യണത് അല്ലെ? ഞാൻ പക്ഷികളെ കുറിച്ചാണ് പഠിക്കുന്നത്. ഇവിടുത്തെ അരുണാചലിലെ പക്ഷികളെ കുറിച്ചാണ് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ എനിക്ക് ഇങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിലും പിന്നെ പോലെ ഭയങ്കര ഭംഗിയുള്ള സ്ഥലങ്ങളൊക്കെ സന്ദർശിക്കാനുള്ള ഒരു അവസരമായിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഒരു സ്ഥലത്ത് പോയപ്പോ എടുത്തൊരു ചിത്രമാണിത്. ഓക്കെ, താങ്ക് യു സാർ. പറയൂ. നേരത്തെ സ്വിഫ്റ്റിന്റെ കാര്യം പറഞ്ഞില്ലേ? ഏതിന്റെ കാര്യം? സ്വിഫ്റ്റ്. ആൽപൈൻ സ്വിഫ്റ്റ്. അതെ. അതിന്റെ ലെഗ്സ് വീക്ക് ആയോണ്ടല്ല അത് എവിടെയും ഇങ്ങനെ ലാൻഡ് ചെയ്യാതെ യെസ്, അത് ഞാൻ പറയാൻ വിട്ടൊരു കാര്യമാണ്. അവരുടെ ലെഗ്സ് ഭയങ്കര അധികം ബാക്കിയുള്ള പക്ഷികളെ പോലെ എന്ത് ചെയ്യാൻ പറ്റില്ല. അവർക്ക് ഒരു സ്ഥലത്ത് ഇരിക്കാനോ അല്ലെങ്കിൽ മരത്തുമ്മലെ ഗ്രാസ്പ് കിട്ടാത്ത അല്ലെങ്കിൽ ഗ്രിപ്പ് കിട്ടാത്തൊരു ടൈപ്പ് എന്താ പറയാ കാലുകളാണ്. അപ്പൊ അങ്ങനത്തെ കുറെ ഇപ്പൊ സ്വിഫ്റ്റ്, സ്വാലോ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അല്ലെ? അപ്പൊ അവരൊക്കെ കൂടുതൽ സമയം നമ്മൾ ആകാശത്ത് പറക്കുന്ന രീതിയിലാണ് നമ്മൾ കാണുക. അപ്പൊ അതുകൊണ്ടാണ് കേട്ടോ. യെസ്, വെരി ഗുഡ്. എന്തായാലും പറഞ്ഞതിന് നന്ദി. ആർക്കെന്തെങ്കിലും ചിലപ്പോ എനിക്ക് അറിയാത്ത കാര്യങ്ങൾ ആർക്കെങ്കിലും ഈ ഒരു വിഷയത്തിൽ അറിയുന്നുണ്ടെങ്കിൽ അതും പറയാം. ഇപ്പൊ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, ആർക്കെങ്കിലും എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. ഇനിയിപ്പോ ഇവിടെ ചോദിക്കുന്നില്ലെങ്കിൽ മടിയുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നേരിട്ട് ഗ്രൂപ്പിൽ ചോദിക്കാം, കുഴപ്പമില്ല. ആരോ ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ടല്ലോ. സർ, ഈ തത്തവർഗ്ഗങ്ങളെ കുറിച്ച് നമ്മൾ പഠിക്കുന്നില്ലേ? തത്തവർഗ്ഗങ്ങളെ കുറിച്ച് നമ്മൾ പഠിക്കുന്നില്ലേ? പഠിക്കുന്നുണ്ട്. എങ്ങനെ മനസ്സിലായില്ല? തത്തയെ കുറിച്ചാണോ? അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ പഠിച്ചത് മൊത്തം ബേർഡ്സിനെ കുറിച്ചും ഓവറോൾ ബേർഡ്സിനെ കുറിച്ചാണ്. നമ്മുടെ തത്തയിലുള്ള അല്ലെങ്കിൽ നമ്മുടെ ഇന്റേണൽ ആയിട്ടുള്ള നമ്മുടെ ശരീരഭാഗങ്ങൾ അല്ലെങ്കിൽ അതിനകത്തുള്ള നമ്മുടെ അവയവങ്ങളെ കുറിച്ചൊക്കെയാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. നമ്മുടെ തത്തയിലും ഉണ്ട്, നമ്മുടെ കോഴികളിലും ഉണ്ട്, എല്ലാത്തിലും ഒരേപോലെ തന്നെയാണ്.
പിന്നെ നമ്മൾ സ്പെഷ്യൽ ആയിട്ടുള്ള കുറച്ച് പ്രത്യേകതകൾ നമ്മുടെ ഔളിലുള്ളത് പോലെ തന്നെ, ഓസ്ട്രിച്ചിലുള്ളത് പോലെ, പെങ്കിസിലുള്ളത് പോലെ തന്നെ, അതുപോലെ നമ്മുടെ വുഡ് പക്കേഴ്സിലുള്ള കുറച്ച് പ്രത്യേകതകൾ നമ്മൾ പഠിച്ചു. തത്തയെക്കുറിച്ച് കൂടുതൽ നമ്മൾ പഠിക്കും കേട്ടോ. വേറെ ഒന്നും സംശയങ്ങളില്ലാന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടോ നിങ്ങൾക്ക്? സെഷന് ഉപകാരപ്പെട്ടോ? ഓക്കെ, താങ്ക് യു. നമ്മൾ ഇനി വരുന്ന ദിവസങ്ങളിൽ കൂടുതൽ കാര്യങ്ങൾ നമ്മൾ ഇനിയും പഠിക്കും കേട്ടോ. അപ്പൊ എല്ലാവരും ശ്രദ്ധിച്ച് ഇതേപോലെ തന്നെ ശ്രദ്ധിച്ച് നല്ല രീതിയിൽ ഇന്ററാക്ട് ചെയ്തിട്ട് തന്നെ ഇരിക്കണേ. ഓക്കെ, അപ്പൊ എല്ലാവരോടും ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. കൺക്ലൂഡ് ഗുഡ് നൈറ്റ്. അപ്പൊ മക്കൾ എല്ലാവരും ഇഷ്ടപ്പെട്ടല്ലോ. നല്ല നല്ല ക്ലാസ് ആയിരുന്നു അല്ലെ? നല്ല ലൈവ്ലി ക്ലാസ് ആയിരുന്നു. അപ്പൊ ഇനിയിപ്പോ പക്ഷികളെ കാണുമ്പോൾ ഈ കാര്യങ്ങളും കൂടി ഓർക്കണം. പിന്നെ സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങളുടെ മെന്റേഴ്സിനോട് ചോദിക്കാം, ഗ്രൂപ്പിൽ തന്നെ ചോദിക്കാം. ആരോട് ചോദിച്ചാലും പറഞ്ഞു തരും കേട്ടോ. നമ്മുടെ മെന്റേഴ്സിനോട് ആരോട് ചോദിച്ചാലും പറഞ്ഞു തരും. അപ്പോ നമ്പർ സേവ് ചെയ്തിട്ടില്ലെങ്കിൽ ഗ്രൂപ്പിൽ ചോദിച്ചാൽ മതി. ഓക്കെ, അപ്പൊ ഗുഡ് നൈറ്റ്. അപ്പൊ എല്ലാവർക്കും ബൈ ബൈ, ഗുഡ് നൈറ്റ്, ടാറ്റാ, ഗുഡ് നൈറ്റ് സർ. ബൈ ബൈ, ഹാപ്പി ബർഡിങ്.